എന്റെ പൊന്നു മക്കളെ, നരേന്ദ്രമോദി ഇത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്റെ പൊന്നു മോദി സാറേ, എന്നോട് മാപ്പാക്കണം. നിങ്ങളും കൂടി മാപ്പാക്കണം. കാരണം നിങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സംശയമുള്ള ആളുകൾക്ക് ഇതൊന്ന് കണ്ടോക്കെ. 2014 ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ സർക്കാർ തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ ഉള്ളി സൂരെ, ഹാൻഡ്സ് തുപ്പി കളഞ്ഞിട്ട് പറയടാ, തെറ്റിപ്പോയി. അങ്ങനല്ല, തിന്നൂല്ല തീറ്റിക്കൂല എന്നല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവണ്ട അതിനെ തിന്നാ, ഒന്നും ഉണ്ടാവാൻ സമ്മതിക്കൂല എന്നും കൂടി പറയണം. കർഷകരൊക്കെ എന്താക്കണെന്ന് അറിയില്ലേ? അപ്പൊ തുടക്കം കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നരേന്ദ്രമോദിയുടെ ഭക്തനായി ഞാൻ എന്നുള്ളത്. എന്റെ പൊന്നു മക്കളെ, അയാളുടെ ഒക്കെ ഭക്തനാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണില്ല, വേറെ വല്ലതും ചെയ്യാലും നല്ലേ. ഇനി ഒരു ചേച്ചി ഏറിപ്പോണ കാണണ്ടേ? ഒരു സംഗീണി ചേച്ചി കാണ്. ഞങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം. എന്താണ് മാറ്റം വേണ്ടത്? കേരളത്തിന് ഒരു മാറ്റം വേണം. ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കാം. വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗമായ ഇന്ത്യയിൽ ഒന്നാമതല്ലേ? ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം എത്ര ലക്ഷം ആൾക്കാരാണ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ട് ഇവിടെ ആ വിദ്യാഭ്യാസം കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല? വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പിന്നോട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പറയുന്നത് കേരളം നമ്പർ 1 ആണ്, ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ നമ്പർ 1 ആണെന്നല്ലേ പറയുന്നത്? കേരളമല്ല, നീതി ആയോഗ പറയുന്നു. ഇവിടുത്തെ ഇടതുപക്ഷത്തിലെ എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇതിനെ കേരളത്തിൽ നമ്പർ 1 എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അയ്യോ ആട്ടാരെ, ആരെങ്കിലൊക്കെ ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാൻ വരുമോ? എന്റെ പൊന്ന് സംഗീണി ചേച്ചിയെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മാറ്റം അനിവാര്യം തന്നെയാണ്. പക്ഷെ അതെന്താ അറിയോ? BJP തുടച്ചു നീക്കുക എന്നുള്ള മാറ്റമാണ്. കാരണം നിങ്ങളെ പോലുള്ള കുറെ എണ്ണം അവിടെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളെ സമാധാനം പോയി കിടക്കുന്നത്. പിന്നെ നാറ്റം, അത് നമ്മൾ തിരുവനന്തപുരം മേയർ പറയുന്നുണ്ട് ഇരുന്നിട്ട്, അവരെ ജലപീരങ്കി അടിച്ച വെള്ളം അത് ചളിയായിരുന്നു എന്നുള്ളത്. അല്ലെന്ന് നാളെ മുതൽ ജലപീരങ്കിക്ക് പകരം പനിനീര് തെളിയാനെ അടിക്കണ. പിന്നെ താമരയുടെ മേത്ത് ചളിയല്ലാതെ പിന്നെ എന്തുണ്ടയോടോ അടിക്കുക? എന്തുവാ ചേച്ചി ഇതൊക്കെ? പിന്നെ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത് അത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേപോലെയാണ്. സംഘികൾക്ക് മാത്രമേ ഇത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ചില പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു പോരായ്മ പോലും അല്ല. ബാക്കി ഇനി നരേന്ദ്രമോദിയെ ജയ് വിളിച്ചിരുന്ന ആളുകള് നരേന്ദ്രമോദിയുടെ ആർക്കൊക്കെയോ വിളിക്കണതൊന്ന് കാണാം. मोदी चिंता नहीं कीजिएगा, कलेजा ऊंचा करके रहिएगा। वाह मोदी जी वाह। अगर 2014 के बाद से वोट चोरी हो रही है तो मैं तो कहती हूँ ऐसी वोट चोरी होनी चाहिए, डंके की चोट पे होनी चाहिए। वाह मोदी जी वाह। मैं बोल रही हूँ बीजेपी थी, बीजेपी है, बीजेपी। वाह मोदी जी वाह। अधिकार के लिए हमने 40 साल की कमाई थी मेरे महाराज की है। എന്റെ പൊന്ന് നരേന്ദ്രമോദി എന്തൊക്കെ ഉളത്തരാണ് കാണിച്ചു വെച്ചിട്ടിരിക്കുന്നത് ഈ പാവങ്ങള്. സോറി, നരേന്ദ്രമോദി ഇത്ര നല്ല മനുഷ്യനാണ്? BJP ഹേ, BJP ഹി, BJP ഹോ, BJP ഹൈ. കേടന്ന് നെഞ്ചത്തടിച്ച് കരയാന്നുള്ളതാണ്. അവിടെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാണ്. തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന ആളുകളുടെ, തെരുവിൽ താമസിക്കുന്ന ആളുകളുടെ കൂരകൾക്കൊക്കെ തീയിട്ടിട്ട് അവരൊക്കെ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുക. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ആളുകളെ ഒന്നടങ്കം അടിച്ചോടിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ചർച്ചയും കൂടി ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടത്തിലൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുറെ അമ്മമാരുടെ കരച്ചിൽ കാണുമ്പോൾ അവർക്ക് ഇത് റിയാക്ട് ചെയ്യാൻ തോന്നില്ല. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പെട്ടെന്ന് സങ്കടം വരും. അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് രാത്രി കിടന്നുറങ്ങുന്ന കുട്ടികളെ പാമ്പ് കടിക്കുന്നതായിട്ടും മരണപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടതാണെങ്കിലും ഇന്ന് കണ്ടതാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട് എന്നുള്ളതാണ്. ഒരു പാമ്പ് കടി ഏറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും അതുപോലെ വണ്ടോ കടന്നെല്ലാം കുത്തിയതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നു. കുട്ടി മരണപ്പെടുന്നു. ദയവ് ചെയ്ത് നിങ്ങളെ വല്ല പാമ്പ് കടിച്ചും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും പോകാതെ നേരെ വല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ പെട്ടെന്ന് പോവുക. കാരണം ഈ രാത്രി കാലങ്ങളിലാവും കൂടുതൽ സംഭവിക്കുന്നത്. ഇനി ഏത് സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മക്കളെ നഷ്ടപ്പെടുത്തരുത്. പിന്നെ അത്രയും ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രിയാണെങ്കിൽ ഓക്കെ. പല ആശുപത്രികളിലും ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥ എന്ന് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പകൽ സമയത്ത് നിങ്ങൾ ജനാല തുറന്നിടുന്നത് കാറ്റ് കയറിക്കോട്ടെ, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, നല്ല ചൂടാണല്ലോ. അപ്പോൾ നിങ്ങളും പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ജനാല വാതിലുകൾക്ക് നെറ്റ് അടിച്ചിടാനുള്ള ഒരു സംവിധാനം ഒരുക്കുക. എന്നിട്ട് തുറന്നിട്ടുള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ വീടിനകത്ത് ഇങ്ങനെ ഒരു സാധനം കയറി കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പൊ പായ മടക്കി വെച്ചിട്ടിരിക്കുന്ന ആ ഭാഗത്ത് കവും ചിലപ്പോൾ അത് കയറി വരിക, ഒന്നും പറയാൻ കഴിയില്ല. ദയവ് ചെയ്തത് പരമാവധി പരിശോധിക്കുക.
വേറൊന്നും പറയുന്നില്ല. വീഡിയോ ആയിട്ട് അത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഡിയോ സംസാരിക്കാൻ കഴിയില്ല. എന്റെ പല വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലൊക്കെ പെട്ടെന്ന് സങ്കടം വരും. वाह मोदी जी वाह। प्रधानमंत्री के कारण मैं आज इतना सजी हूँ। आज मैं बहुत खुश हूँ। आज व्रत भी की हुई। वाह मोदी जी वाह। एकदम इन्होंने वक्त बदल दिया, जज्बात बदल दिए, जिंदगी बदल दी। വല്ലാത്ത അവസ്ഥയാണ്. നരേന്ദ്രമോദി തന്നെ വാ മോദിജി വാ. എന്ത് വാ, എന്തൊക്കെ ഊളത്തരാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ എങ്ങനെ ഉപദ്രവിക്കല്ലേ. ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ അത് സമ്മതിച്ചു തരാൻ കഴിയില്ല, വിട്ടുകൊടുക്കൂല. ഈഗോ കാരണം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ജീവിക്കാൻ കഴിയുന്നുണ്ട് അവിടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് കുറെ സംഖ്യകൾ കിടന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ, കേരളം മോശമാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കുറച്ച് ദിവസം നരേന്ദ്രമോദിയെ വാ മോദിജി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് നോക്ക്. അപ്പൊ അറിയാം ജീവിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ഇനി ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഈ വീഡിയോ ആണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ കുറെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇലക്ഷൻ ടൈം ആകുമ്പോൾ ഏതെങ്കിലും സാധാരണക്കാരെ അടുത്തൊക്കെ പോയിട്ട് കുറെ ക്യാമറ ഒക്കെ വെക്കും. എന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് വീഡിയോ എടുത്തിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തൊക്കെ. എന്നാൽ നരേന്ദ്രമോദി ഇതേ സാധനം തന്നെ ഒരു സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ട്. ആദ്യം ആ വീഡിയോ കാണും നിങ്ങൾ. भाई हमें अपना जाल मूली खिलाओ। हाँ कितने का होता है आपका जाल मूली? नहीं अच्छे वाला कितने का होता है? 10 पीस। हाँ जो भी है बना दो। हाँ धान थोड़ी खाएगा। हाँ हाँ खाएंगे, बिल्कुल खाएंगे। तो कितना 10 रुपया देना है? दुकान में आए सर। हाँ 10 रुपया देना है। नहीं भाई ऐसा नहीं। हाँ प्याज खाते हैं आप? हाँ आप प्याज खाते हैं, दिमाग नहीं खाते बस। സത്യത്തിൽ അവിടെ എന്താണ് കലക്കി കൊടുത്ത്? അതിൽ മുറുക്കാനല്ലാണ് അവിടുത്തെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ മുറുക്കാനൊക്കെയാണല്ലോ കൊടുക്കുക. പിന്നെ പൊരിയും ഇതൊക്കെ കാണുന്നുണ്ട്. എന്തുണ്ടാണെങ്കിലും വേണ്ടിയില്ല, അവിടെ ചെന്നിട്ട് ചെക്കന് പൈസയും കൊടുത്തിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ബാക്കിൽ നരേന്ദ്രമോദി കി ജയ് ഹോയ് ഹോയ് ഹൈ എന്നൊക്കെ പറയുന്നുണ്ട്. ചുറ്റും ക്യാമറയാണെന്നുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് ഈ ചെക്കൻ എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ, കണ്ടോളി. आपके यहाँ मोदी जी आए थे? हाँ जी। तो कल के बाद मोदी जी के जाने के बाद से क्या क्या हो रहा है आपके यहाँ पर? यही बहुत मीडिया वाला लोग आ रहे हैं, वीडियो बना रहे हैं, वायरल कर रहे हैं, और क्या खाएं, क्या गए, क्या दिए, यही सब बोल रहे हैं। और क्या तो रील्स भी बना रहा है कोई आके? हाँ रील्स तो भी बना रहा है, बहुत लोग कर रहा है, कमेंट कर रहा है, बहुत वायरल हो रहा है सर। ഇത് കഴിഞ്ഞതിന് ശേഷം കടയിൽ ഒരു കച്ചവടം നടന്നിട്ടില്ല. കുറെ ആളുകൾ വരും, കുറെ ആളുകൾ വന്ന് റീലെടുക്കും, കുറെ മാധ്യമങ്ങൾ വരും, കുറെ വീഡിയോ എടുക്കും. ഒറ്റ പോക്ക് ഒരാൾ ഒരു സാധനം പോലും വാങ്ങുന്നില്ല. നരേന്ദ്രമോദി വന്നതോട് കൂടിയിട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. പേടിയാണെന്നാ പറയുന്നത്. അത്രമാത്രം ഉണ്ടല്ലോ കാണിച്ചു കൂട്ടലുകൾ. അപ്പൊ ഇതാണ് നരേന്ദ്രമോദിയോട് എനിക്ക് ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. ഇനി നിങ്ങൾക്കും നരേന്ദ്രമോദി ഇഷ്ടപ്പെടാൻ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ ഞാൻ പോട്ടെ, സുലാൻ.